തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗം ഇന്ന് ചേരും. ഉച്ചയ്ക്ക് 2:30 യോഗം. കാക്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതന് അവധി നൽകണമെന്ന അപേക്ഷയിൽ അനുകൂല തീരുമാനം ഉണ്ടാകാൻ സാധ്യത. അതേസമയം ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമവുമായി ഇടത് വലത് മുന്നണികൾ സജീവമാണ്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകുക. ശാലിനി, ഈ സുഗതനുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ളൊരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത? ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ BJPയുടെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കം ഇന്ത്യ സഖ്യം കൗൺസിലിനകത്ത് നടത്തുമോ? എന്താണ് വിശദാംശം? ഗൗതം, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ അവധി അപേക്ഷ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതൻ മേയർക്ക് മുൻപാകെ നൽകിയിട്ടുള്ളത്. അഭിഭാഷകൻ മുഖേന ഈ അവധി അപേക്ഷയാണ് ഇപ്പോൾ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ BJP അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്, 2:30 കൗൺസിൽ യോഗം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കൗൺസിൽ യോഗം പ്രഖ്യാപിക്കുന്നില്ല, അതായത് എല്ലാ മാസാവസാനവും 30-ാം തീയതിയാണ് കൗൺസിൽ യോഗം ചെയ്യേണ്ടത്, അത് നീട്ടിവെക്കുന്നു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ച് ഇന്ന് ഉച്ചയ്ക്ക് കൗൺസിൽ യോഗം ചേരാനിരിക്കുന്നത്. ഇതിലാണ് അവധി അപേക്ഷ സുഗതൻ നൽകിയിട്ടുള്ളത്. അവധി അപേക്ഷ അംഗീകരിക്കാൻ തന്നെയാണ് കോർപ്പറേഷന്റെ നടപടികൾ ഇപ്പോൾ മനസ്സിലാകുന്നത് നമുക്ക്. അതേസമയം തന്നെ ഈ ഭരണം അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ശ്രമം കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് BJP NDA അധികാരത്തിൽ നഗരസഭയിൽ എത്തിയത് മുതൽ തന്നെ ഇന്ത്യ സഖ്യം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് കഴിഞ്ഞ ദിവസം ഈ സത്യപ്രതിജ്ഞയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേളയിൽ LDFും UDFും നടത്തിയിട്ടുള്ള ചില നാടകീയ രംഗങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ സമാനമായ രീതിയിൽ ഇന്നും കോർപ്പറേഷനിൽ ബഹളമുണ്ടാക്കാൻ തന്നെയായിരിക്കും LDFിൻ്റെയും UDFിൻ്റെയും ശ്രമം എന്നുള്ളതാണ് അവരുടെ പ്രതിനിധികളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശബരിനാഥ് അടക്കമുള്ളവർ കഴിഞ്ഞ മണിക്കൂറിൽ പ്രതികരിച്ചത് ഈ അവധി അംഗീകരിക്കാനാകില്ല, ജയിലിൽ കഴിയുന്ന ആൾക്ക് അവധി നൽകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ മേയറുടെ നിലപാട് എന്നുള്ളത് ആരവധി അപേക്ഷ നൽകിയതും കാരണം വ്യക്തമാണ് എങ്കിൽ അവർക്ക് അവധി നൽകാം എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ കക്ഷിയുടെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കിക്കൊണ്ടല്ല, അവധി അപേക്ഷ അവർക്ക് പരിഗണിക്കാം എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവധിയുടെ കാരണം പരിഗണിച്ച് തന്നെ അത് കൃത്യമായി അംഗീകരിക്കുമെന്നുള്ളതാണ് മേയർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് കൗൺസിൽ ചേരുമ്പോൾ എന്തായാലും പ്രതിപക്ഷ ബഹളത്തിന് സാക്ഷ്യം വഹിക്കും നഗരസഭാ കൗൺസിൽ ഹാൾ എന്നുള്ളതിൽ സംശയമില്ല. അതേസമയം തന്നെ ഇന്നത്തെ ഈ ഒരു കൗൺസിൽ യോഗത്തിൽ സുഗതന് അവധി നൽകാൻ തന്നെയാണ് ഏകദേശ ധാരണ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അടുത്ത കൗൺസിൽ യോഗത്തിന് മുൻപാകെ തന്നെ ആർ സുഗതൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന് അടുത്ത കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി അയോഗ്യതയില്ലാതെ ആകുകയും ചെയ്യും. ഇപ്പോൾ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറെ അയോഗ്യനാക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ സഖ്യം നഗരസഭയ്ക്കുള്ളിൽ നടത്തുന്നത്. അത് പൊളിച്ചെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതനെ അയോഗ്യനാക്കാനുള്ള ശ്രമം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. പക്ഷേ നേരത്തെ തന്നെ മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കൾ ഒരു കാര്യം പറഞ്ഞത്, ഒരാളും ഇവിടെ അയോഗ്യനാകില്ല എന്ന് BJPയും ഭരണസമിതിയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും വലിയ നാടകീയ രംഗങ്ങൾ തിരുവനന്തപുരം കൗൺസിലിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.